ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ, അതിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ. വലിയ കമ്പൽഷൻ ഉണ്ടാവും വീട്ടിൽ, ഒരു വർഷം ഞാൻ കഴിയുന്നത് വെറുതെ കളയുന്നുണ്ട്. മോളെന്താ പഠിക്കാൻ പോകാത്തത് നമ്മൾ ചോദ്യം ഉണ്ടാവുമ്പോൾ ഒരു തീരുമാനം എടുക്കുന്നു. ആ തീരുമാനങ്ങൾ എടുക്കേണ്ട സന്ദർഭത്തിലാണ് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ പ്രസക്തമായിട്ട് നമ്മുടെ തീരുമാനം എന്ത് ചെയ്യണം, സയന്റിഫിക് ആവണം. കാരണം ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു തുടർച്ച എന്ന രീതിയിൽ പറയുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്തായിരിക്കണം, നമ്മൾ സയന്റിഫിക് ആവണം. വെറുതെ കോമൺ നോളജിലാവരുത്. കോമൺ നോളജിൽ നമ്മുടെ തീരുമാനങ്ങൾ മിക്കവാറും സാമാന്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ. നിങ്ങൾ പ്ലസ് ടുവിൽ ചേരാൻ ഇതിന്റെ ഗ്രൂപ്പിൽ ചേരാൻ തീരുമാനിച്ചത് സയന്റിഫിക് ബേസിലാണോ അല്ലെങ്കിൽ സാമാന്യ ബോധത്തിലാണോ? കൂട്ടുകാരി പോകുന്ന ഗ്രൂപ്പോ അല്ലെങ്കിൽ എന്താണ് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഗ്രൂപ്പ് ഇതാണോ എന്നൊക്കെ തീരുമാനിച്ചിട്ടാണ്. എങ്ങനെയാണ് നിങ്ങൾ പോയത്? ഇയാൾ ഏത് ഗ്രൂപ്പാണ്? ഇപ്പൊ എന്താ എടുക്കാൻ പോണ? ബയോസയൻസ്. എന്തിനെടുക്കണം? നീറ്റ് എഴുതാൻ അല്ലെ? നീറ്റ് എഴുതാനാണ് ബയോസയൻസ് എടുക്കണം എന്ന് പറയുന്നത്. ഇത് ആലോചിച്ചെടുത്ത തീരുമാനമാണ് അല്ലെ? അല്ലെ, ആലോചിച്ചെടുത്ത ഒരു തീരുമാനം എങ്ങനെയുള്ളതായിരിക്കും? സയന്റിഫിക് ആയിട്ട്. ആലോചിക്കാതെ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം എന്തായിരിക്കും? എപ്പോഴും പെട്ടെന്ന് നമുക്ക് തോന്നുന്ന, മനസ്സിൽ തോന്നുന്ന തീരുമാനം എന്തായിരിക്കും? കോമൺ ലോജിക്കിലുള്ള തീരുമാനം. അപ്പോൾ സയന്റിഫിക് ബേസ് ആയിട്ടുള്ള തീരുമാനമാണ് നമ്മൾ മുന്നോട്ട് പോകുന്ന ചൂടുവെക്കുക എടുക്കേണ്ടത്, എപ്പോഴും എടുക്കേണ്ടത് എന്ന് പറയുന്നത് അങ്ങനെയാണ്. നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ലക്ഷ്യം ഒക്കെ സെറ്റ് ചെയ്ത ആളുകളാണ്, പഠിക്കാനായിട്ട് അത്തരം കോഴ്സുകൾ നിങ്ങൾ ചേർന്ന ആളുകളാണ്, നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്ന ആളുകളാണ് അല്ലേ? അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു പഠന രീതി, ഒരു പദ്ധതി ഉണ്ട്. നിങ്ങൾ ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്ന് ഞാൻ ചോദിച്ചത്. സ്റ്റഡി പ്ലാൻ ആർക്കും നിങ്ങളുടെ കൂടെ പഠിക്കുന്ന, ഇപ്പോൾ ഉദാഹരണമായിട്ട് നീറ്റ് തന്നെയാണെങ്കിൽ ഞാൻ പറയാം, 25 ലക്ഷം പേരോ അല്ലെങ്കിൽ 27 ലക്ഷം പേരൊക്കെയാണ് ഓരോ വർഷം നീറ്റ് എഴുതാറ്. അപ്പൊ ഈ 25 ലക്ഷം പേരിൽ ഒരാളായിട്ട് നമ്മൾ പെടണമെങ്കിൽ എന്ത് ചെയ്യണം? വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി നമ്മൾ എത്ര മണിക്കൂർ പഠിക്കും? എൻ്റെ മുൻപിൽ വരാറുള്ള എല്ലാ കുട്ടികളുടെയും ഇൻവേരിയബിൾ ആയിട്ടുള്ള ഉത്തരവ് എന്തായിരുന്നു? പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കും. അച്ഛനും അമ്മയും വന്നിട്ട് പറയുന്നത് അങ്ങനെ തന്നെയാണ്. പരീക്ഷ ആകുമ്പോൾ കുത്തിരുന്ന് പഠിക്കോട്ടാ. അതിപ്പോ വേണമെങ്കിൽ വെളുപ്പിനിരുന്ന് പഠിച്ചോളൂ, രാത്രി വൈകിട്ടിരുന്ന് പഠിച്ചോളൂ പരീക്ഷ. ഇതല്ലാതെ ആരെങ്കിലും ഒരു പഠന രീതി രൂപീകരിച്ച ആളുകളുണ്ടാവും? ഇല്ല. ക്ലാസ് കഴിഞ്ഞിട്ട് അതൊരു രീതിയാണ്. ഓക്കെ, എന്താണ് താൻ ആ രീതി ഉണ്ടാക്കാൻ കാരണം? കൊച്ചിലെ തന്നെ ഉമ്മിച്ചുണ്ടാക്കുക. അപ്പൊ അയാളൊരു കാര്യം അറിയാതെ പറഞ്ഞു കേട്ടോ. എന്താണെന്നറിയാം, ഒരു കുട്ടി എന്താവണമെന്നുള്ള പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ ആ കുട്ടിക്ക് മാത്രം ഒരു ലക്ഷ്യം ഉണ്ടായാൽ പോലെ പിന്നെ ആർക്ക് ലക്ഷ്യം ഉണ്ടാവണം? വീട്ടിലുള്ള എല്ലാ ആളുകൾക്കും ആ ലക്ഷ്യം. നമ്മൾ എന്തൊക്കെ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ലക്ഷ്യത്തെ കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ അതൊക്കെ ആരോട് വർത്താനം പറയണം? അച്ഛനും അമ്മയുമായിട്ട് വർത്താനം പറയണം. എന്തിനാണെന്നറിയാം? എന്നെ കഴിഞ്ഞ ദിവസം കോതറിൽ നിന്നോ പെൺകുട്ടി വിളിച്ചു. അവൾക്ക് A+ ഗേൾസിൽ കിട്ടിയതാണ്. അവൾക്ക് IIT പഠിക്കണം. അപ്പൊ ഞാൻ അവളെ മുഴുവനായിട്ട് കേട്ടു. അവൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, IIT പഠിക്കാനായിട്ട് ചെയ്യേണ്ടത്, തുടങ്ങേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു കൊടുത്തു. ഞാൻ അവളോട് ചോദിച്ചു, നിന്റെ അച്ഛൻ അമ്മ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? അപ്പൊ അവൾ പറഞ്ഞ ഒരു ഉത്തരം, എൻ്റെ അച്ഛൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, കോതറിൽ. അമ്മ എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് എന്നുള്ളത് വളരെ സാധാരണ കുടുംബത്തിലുള്ളതാണ്. അപ്പൊ അവളോട് ഞാൻ പറഞ്ഞൊരു കാര്യം, നീ അച്ഛനും അമ്മയുമായിട്ട് നമുക്ക് വർത്താനം പറയാം, ഒന്നുമില്ല. കാരണം അറിയാം, IIT പഠിക്കുന്നു, 15 ലക്ഷം രൂപയെങ്കിലും.
അവളോട് ഞാനിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ മനസ്സ് മുഴുവൻ ചെയ്യും, തകർന്നു പോകും. പകരം ഇത്തരം സാധ്യതകൾ നമുക്ക് പരിഹരിക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സ്കോളർഷിപ്പുകൾ മറ്റു കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇപ്പോഴേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സ്കോളർഷിപ്പ് നേടാൻ പറ്റുന്ന രീതിയിൽ ക്വാളിറ്റി ഉള്ള ആളുകളായിട്ട് ആര് മാറണം? അപ്പൊ അതിന് ആ കുട്ടി മാത്രം ശ്രമിച്ചാൽ പോരാ, ആരും കൂടെ ഒരു കൈത്താങ്ങ് വേണം, വീടിന്റെ കൂടി കൈത്താങ്ങ്. അപ്പോൾ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടാണ് ഇത് കിടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു സ്റ്റഡി പ്ലാൻ വേണം എന്നുള്ള കാര്യത്തിലേക്ക് വരും. സ്റ്റഡി പ്ലാനിൽ വളരെ പ്രധാനപ്പെട്ടത്, നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നോ ഒന്നാമത് ആ പരീക്ഷയുടെ പാറ്റേൺ നിങ്ങൾ തിരിച്ചറിയണം. ഏതൊക്കെ വിഷയങ്ങളിലുള്ള ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ അറിയാൻ ശ്രമിക്കും. അങ്ങനെ അറിയാൻ ശ്രമിച്ചാൽ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മളെ ഒരുക്കേണ്ടത്, നമ്മൾ അതിനു വേണ്ടി തയ്യാറാക്കേണ്ടത് ആ രീതിയിലാണ്. അപ്പൊ ആ വിഷയങ്ങൾ നമുക്ക് ആ രീതിയിൽ തയ്യാറാക്കണമെങ്കിൽ അതിന്റെ ബേസ് തൊട്ട് നമ്മൾ പഠിക്കണം. ബേസ് തൊട്ട് പഠിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും താഴെ നമ്മൾ പോകാത്ത ദിവസം പനിയായിട്ട് കിടക്കുന്ന ദിവസത്തെ പഠിക്കാതിരുന്നാൽ പരീക്ഷയ്ക്ക് ആ ചോദ്യം വന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. നമ്മളെല്ലാവരുടെയും ധാരണ എങ്ങനെയാണ്? പനിയായിട്ട് പോകാത്ത ദിവസത്തെ നോട്ട്സ് എഴുതിയിട്ടില്ല, എന്താണ് അന്ന് ക്ലാസ്സിൽ എടുക്കുന്നത് തോന്നില്ല. പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ ക്ലാസ് ടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ പറയും ഞാൻ ഡയറി ടീച്ചറാണെന്ന് നമ്മൾ ഒന്നും ഉടുപ്പില്ലാണ്ട് പറയുന്നു. ഇല്ലേ? പറയൂലേ? ഇത് നമ്മുടെ ഒരു മെന്റൽ സ്റ്റേജാണ്. നമ്മളെ പഠിപ്പിച്ചേക്കണ ഇങ്ങനെയാണ്. പക്ഷേ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് തയ്യാറാകുന്ന മനുഷ്യരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പോകാതിരുന്ന ദിവസത്തെ കൂടി നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാനായിട്ട് അറിയണം. നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളുടെ ആഴങ്ങളിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യണം. അതിന് അപ്പോൾ സ്റ്റഡി പ്ലാനിൽ എന്ത് വേണം? നമുക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളും കണ്ടെത്തി പഠിക്കാനുള്ള സ്റ്റഡി പ്ലാൻ. ഇനി എത്ര സമയം പഠിക്കണം? 1 മണിക്കൂർ പഠിക്കും. ഇപ്പൊ നീറ്റിന് പഠിക്കും. ഉദാഹരണമായിട്ട് നീറ്റിനോ ജെഇക്കോ അല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷനോ ഒക്കെ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ എത്ര മണിക്കൂർ പഠിക്കണം? IAS പോകുന്ന ആളുകളായിക്കോട്ടെ, അല്ലെങ്കിൽ IPS-നോ IFS-നോ ഒക്കെ ചേരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണോ? വേണ്ട, ഒരു PSC-ക്ക് പോകാനോ പരീക്ഷ എഴുതാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ എത്ര മണിക്കൂർ പഠിക്കും? അയാളൊരു ഉത്തരം പറഞ്ഞു 8 മണിക്കൂർ. ഓക്കെ, ഞാൻ അയാളുടെ ഉത്തരത്തിൽ ഒന്നും തിരുത്തുന്നില്ല. അയാൾ പറഞ്ഞത് ഞാൻ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരാൾ അയാളുടെ ജീവിതാനുഭവത്തിൽ പറഞ്ഞതാണ് 8 മണിക്കൂർ. നിങ്ങൾ ആരെങ്കിലും 8 മണിക്കൂർ പഠിക്കുന്ന ആളുകളുണ്ട്? ഒരു ക്ലാസ് ഇല്ലാത്ത ദിവസമാണ് അല്ലെ? ക്ലാസ് ഇല്ലാത്ത ദിവസം 8 മണിക്കൂർ പഠിക്കും എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ആരെങ്കിലും? അയാൾ മാത്രമേ പറഞ്ഞു 8 മണിക്കൂർ. 1 മണിക്കൂർ എല്ലാ ദിവസവും 1 മുടക്കില്ലാണ്ട് പഠിക്കുന്ന ആളുകളില്ല. ആരൊക്കെ പഠിക്കും? അതായത് ഒരു ദിവസവും മുടക്കമില്ലാതെ 1 മണിക്കൂർ പഠനത്തിന് വേണ്ടി മാറ്റി. ഇനി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ whether the time allotted is sufficient or not? നിങ്ങൾ നീക്കിവെച്ച സമയം പര്യാപ്തമാണ്, ഇതിന് നിങ്ങൾ ലക്ഷ്യം നേടാൻ പര്യാപ്തമാണ് അല്ലെങ്കിൽ അല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എന്നാലും ചോദിക്കും, നമ്മള് എല്ലാവർക്കും നെയ്യപ്പം തിന്നണം ആഗ്രഹമുണ്ട്. കടയിൽ ബാസ്കറ്റ് കടയിൽ ചില്ലറമാരിൽ നെയ്യപ്പം ഇരിക്കുന്നുണ്ട്. നമ്മൾ നെയ്യപ്പം തിന്നണമെന്ന് ആഗ്രഹിക്കും, അതിനെ പോകുമ്പോൾ നോക്കുകയും വെള്ളർക്കുകയും ചെയ്താൽ നെയ്യപ്പം തിന്നാൻ പറ്റുമോ? പറ്റൂല. ബാസ്കറ്റിന്റെ കടയിൽ പോകണം, ബാസ്കറ്റിനോട് ചോദിക്കണം, ഒരു നെയ്യപ്പം തരുമോ എന്ന് ചോദിക്കണം, വേണ്ടേ? കാശും കൊടുക്കട്ടെ. അപ്പൊ അതിനൊരു നെയ്യാറെടുപ്പ് ആവശ്യമാണ് അല്ലേ? അതിന് നമുക്ക് നെയ്യപ്പം ഇല്ല. അപ്പൊ നമ്മൾ ഏതൊരു ഗോള് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിലും ലക്ഷ്യം നമുക്ക് നേടണമെങ്കിൽ നമുക്കൊരു പ്രവർത്തനം ആവശ്യമാണ്. ആ പ്രവർത്തനം അതിന്റെ അളവിൽ വേണം. കാരണം ബാസ്കറ്റിന്റെ കട 200 മീറ്റർ അവിടെ ആണെങ്കിൽ നമ്മളൊരു 10 മീറ്റർ നടന്നിട്ട് ഇവിടെ നിന്ന് കണ്ടിട്ട് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചാൽ നെയ്യപ്പം കൊണ്ടുവരുമോ? ഇല്ല. നമ്മൾ എവിടേക്ക് ചെല്ലണം? അവിടേക്ക് ചെല്ലണം. അപ്പോൾ ഏതൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ചിട്ടൊരു വർക്കിംഗ് പ്ലാൻ നമ്മൾ ഉൾപ്പെടും, ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ഉൾപ്പെടും. അതിന് ഇത്ര മണിക്കൂർ പഠിച്ചാൽ മതി. നിങ്ങൾ സാധാരണ ഇപ്പോൾ ഒരു 4 മണിക്കൂറെങ്കിലും ആവറേജ് ഒരു സ്റ്റുഡൻ്റ് ഒരു ലക്ഷ്യമുള്ള ഒരു കുട്ടി എന്ത് ചെയ്യണം? പഠിക്കും. 4 മണിക്കൂർ. നീറ്റിന് വേണ്ടി പഠിക്കുന്ന കുട്ടികൾ പഠിക്കേണ്ടത്, ഞാൻ നീറ്റ് ജെഇ വായിക്കുന്ന കുട്ടികളോട് പറയാം, അവർ പഠിക്കേണ്ടത് കാണാം. അതൊരു 10 മണിക്കൂർ
മണിക്കൂറിലേക്ക് എത്തണം. 8 എന്നുള്ള ഇയാൾ എന്ത് ചെയ്യണം? ക്ലാസ് ഇല്ലാത്ത ദിവസം എടുക്കാൻ 10 മണിക്കൂറിലേക്ക് എത്തണം. ഇനി 10 മണിക്കൂറിൽ നിന്ന് 11-12 എത്താനായിട്ട് പറ്റിയാൽ ലിസ്റ്റിൽ വന്നിട്ട് കുറെ വർഷങ്ങളായിട്ട് ലിസ്റ്റിൽ വന്നിട്ട് എല്ലാ കുട്ടികളായിട്ട് വർത്താനം പറയുമ്പോഴും അവർ പ്രാക്ടീസ് ചെയ്തിരുന്ന വഴി എന്തായിരുന്നു? 12, 13, 14 മണിക്കൂറിലേക്ക്. ഞാൻ പറയുന്നത് ഓരോരുത്തരും അതിനനുസരിച്ചാണ് എഫക്ട് ഉള്ളത്. എല്ലാവരും 11 മണിക്കൂറിനല്ല. നിങ്ങൾ ഏത് ഗോളാണ് സെറ്റ് ചെയ്തേക്കെന്ന് വെച്ചാൽ ആ ഗോളിനനുസരിച്ചിട്ടാണ് ചെയ്യേണ്ട എഫക്ട്. അപ്പൊ ഒരു പോയിന്റ് കൂടി ഞാൻ പറഞ്ഞു, നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്താൽ അത് നേടാനായിട്ട് അതിനനുസരിച്ചിട്ടൊരു എഫക്ട്